മക്കളെ മിസ് ലാസ്റ്റ് ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, ദ ഇല്ലുസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ ഹ്യൂമൻ ഇവല്യൂഷൻ ഈസ് ഗിവൺ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അല്ലെ, കണ്ടോ? ചിത്രം കണ്ടോ? അല്ലെ, എന്താണ് ആന്ത്രോപോയിഡിയെ? ആദ്യത്തെ അല്ലെ, നമുക്ക് എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്? 1 and 2. ഏതാ മക്കളെ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർക്കോപിത്തിക്കോയിഡിയെ ആണ്. അല്ലെ, ഏതാണ്? സെർക്കോപിത്തിക്കോയിഡിയെ ആണ് ഒന്നാമത്തത്. രണ്ടാമത്തേത് ഏതാ മക്കളെ? ഹൊമിനോയിഡിയെ. ഏതാണ്? ഹൊമിനോയിഡിയെ ആണ് ഇത് നമ്മുടെ സെക്കൻഡ് വണ്ണിന്റെ ആൻസർ. അപ്പൊ മനസ്സിലായോ? ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്, നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇത് ഏതാ മക്കളെ? നമ്മുടെ സെർക്കോപിത്തിക്കോയിഡിയെ ആണ്. ആൻഡ് ദെൻ സെക്കൻഡ് വൺ ഏതാണ് മക്കളെ? നമ്മുടെ ഹൊമിനോയിഡിയെ ആണ്. യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, നെയിം ദ 2 important characteristics of organism belongs to 2. യെസ്, ഈ ഹൊമിനോയിഡിയന്റെ 2 ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ, എന്തൊക്കെയാ മക്കളെ 2 ക്യാരക്ടേഴ്സ്? ഫ്രീലി മൂവബിൾ ആയിട്ടുള്ള ഹാൻഡ്സ് ആണ് ആർക്കുള്ളത്? നമ്മുടെ ഹൊമിനോയിഡിയയ്ക്ക് ഉള്ളത്. അതുപോലെ അവരുടെ ബ്രെയിൻ എന്താണ്? ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ്? ഡെവലപ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ ആണ് അവർക്കുള്ളത്. ആൻഡ് ദെൻ അതുപോലെ അവരുടെ ഹാൻഡ്സ് എന്താണ്? ഫ്രീലി മൂവബിൾ ആണ്. ആൻഡ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഏത്? ബേസ്ഡ് ഓൺ ദ ഗിവൺ മോഡൽ make suitable pair from the following box. അല്ലെ, ചാൾസ് ഡാർവിൻ ഏതാ കൊടുത്തേക്കുന്നത്? ദ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം, ഈ ബോക്സിൽ ഇനി ഏതാണ് ഏറ്റവും കറക്റ്റ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? മ്യൂട്ടേഷൻ തിയറി ഉണ്ട്. അല്ലെ, ഏതാ മക്കളെ? മ്യൂട്ടേഷൻ തിയറി. മ്യൂട്ടേഷൻ തിയറി ആരാണ് കൊണ്ടുവന്നത്? ഹ്യൂഗോ ഡി വ്രിസ് ആണ്. അല്ലെ, ആരാണ്? ഹ്യൂഗോ ഡി വ്രിസ്. ക്ലിയർ ആയോ? ബാക്കിയൊന്നും കറക്റ്റ് മാച്ച് അല്ല അല്ലെ. അപ്പൊ ഏതാണ്? മ്യൂട്ടേഷൻ തിയറി, ഹ്യൂഗോ ഡി വ്രിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഐഡന്റിഫൈ ദ വേൾഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അല്ലെ, മങ്കി ഏതാണ്? മങ്കി ഉണ്ട് സെർക്കോപിത്തിക്കോയിഡിയെ. ചിമ്പാൻസി ഏതാ മക്കളെ? നമ്മൾ പഠിച്ചൂലെ, ഏതാണ്? ഹൊമിനോയിഡിയെ. ഹൊമിനോയിഡിയെ. യെസ്. AI ഒപാരിൻ ആരാണ്? തിയറി ഓഫ് കെമിക്കൽ ഇവല്യൂഷൻ. അപ്പം ആരാണ് ഹ്യൂഗോ ഡി വ്രിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹ്യൂഗോ ഡി വ്രിസ് ഏതാണ്? ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഏതാ മക്കളെ? മ്യൂട്ടേഷൻ തിയറി ആണ്. അല്ലെ, ഏതാണ്? മ്യൂട്ടേഷൻ തിയറി. ക്ലിയർ ആണോ? യെസ്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. മക്കൾ കണ്ടിട്ടുണ്ടോ? ഈ ഡയഗ്രാം കണ്ടിട്ടുണ്ടോ? എന്താണ് മക്കളെ ഇത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? നെയിം ദ സയന്റിസ്റ്റ് ഹൂ ഡിവൈസ്ഡ് ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. അല്ലെ, എന്താണ്? നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിന്റെ പ്രൂഫിന് വേണ്ടിയിട്ട് ആര് കൊണ്ടുവന്നതാണ്? യുറേ ആൻഡ് മില്ലർ. അല്ലെ, യുറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് ആണ് ഇത്. യുറേ ആൻഡ് മില്ലർ ആണ് എന്ത്? ഈ 2 പേരാണ് ഇതിന്റെ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ പിന്നിലുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ മക്കളെ? വിച്ച് തിയറി ഓഫ് ഇവല്യൂഷൻ ഈസ് സബ്സ്റ്റാൻഷിയേറ്റഡ് ബൈ ദിസ് എക്സ്പെരിമെന്റ്. അല്ലെ, ഏത് തിയറിന്റെ പ്രൂഫാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി ആണ്. അല്ലെ, ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി. കെമിക്കൽ എവല്യൂഷൻ തിയറിന്റെ പ്രൂഫ് ആണിത്. ഓക്കെ ആണോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ എന്ത്? ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അല്ലെ, എന്താണ്? ചിത്രം കണ്ടോ മക്കളെ? ആരൊക്കെയാണ് ഉള്ളത്? ലിസാർഡ് ഉണ്ട്, ബാറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ ഹ്യൂമൻ ഉണ്ട്. അല്ലെ, വൈ ഡു ദ 4 limbs ഓഫ് ഓർഗാനിസം ഷോ ഡിഫറൻസ് ഇൻ ദ എക്സ്റ്റേണൽ അപ്പിയറൻസ്. അല്ലെ, ഇവരെല്ലാവരും എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഡിഫറെന്റ് ആണ്, പക്ഷെ അവരുടെ ഇന്റേണൽ അപ്പിയറൻസ് എന്താണ്? സിമിലർ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഡിഫറൻസ് കാണിക്കാൻ കാരണം? എന്താണ് മക്കളെ കാരണം? എക്സ്റ്റേണൽ അപ്പിയറൻസിലുള്ള ഡിഫറൻസിന് കാരണം എന്താണ്? അഡാപ്റ്റേഷൻ ആണ്. അല്ലെ, എന്തിനു വേണ്ടി? ടു ലിവ് ഇൻ ദയർ ഓൺ ഹാബിറ്ററ്റ്. അവരുടെ ഹാബിറ്ററ്റ്സിൽ ജീവിക്കാൻ വേണ്ടി അവർക്കുള്ള അഡാപ്റ്റേഷൻ ആണ് അവരുടെ എക്സ്റ്റേണൽ മോർഫോളജിയിൽ ഡിഫറൻസ് കാണിക്കുന്നത്. അപ്പൊ ലിസാർഡ് ആണെങ്കിൽ അവരെന്താണ്? ഈ ചുമരുമ്പലൊക്കെ ഇങ്ങനെ ഇതാക്കി നടക്കുന്നതാണ്. ഇപ്പൊ വെയിലാണെങ്കിൽ എന്തായിരിക്കും? അവർക്ക് സ്വിമ്മിങ് ആണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് അവർ അഡാപ്റ്റ് ആവുന്നു. ഇപ്പൊ നമ്മൾ ഹ്യൂമൻസ് ആണെങ്കിൽ നമുക്ക് ഹാൻഡ്സ് ആണുള്ളത്. അല്ലെ, നമ്മൾ ഫുഡ് കഴിക്കാനും എഴുതാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ എന്താണോ നമ്മുടെ ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? അഡാപ്റ്റേഷൻസിനനുസരിച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ അഡാപ്റ്റേഷൻ കൊണ്ടുവരുന്നത്. ലിവ് ഇൻ ദയർ ഓൺ ഹാബിറ്ററ്റ്. അല്ലെ, അവരുടെ ഹാബിറ്ററ്റ്സിൽ ജീവിക്കാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് is the inference regarding the evolution can be drawn from the anatomy of these organs? അല്ലെ എന്താ മക്കളെ അനാട്ടമി കാണിക്കുന്നത്? പറഞ്ഞേ, എന്താണ് അവരുടെ ഇത് കാണിക്കുന്നത്? Organs that are similar in their structure and perform different functions. അല്ലെ എന്താണ്? perform different, അവരുടെ എന്താണ് അനാട്ടമിക്കൽ സ്ട്രക്ചർ സിമിലർ ആണ്, പക്ഷെ അവർക്കൊക്കെ ഡിഫറെന്റ് ഫങ്ഷൻസ് അല്ലേ. അവരെ നമ്മൾ എന്താ പറയുന്നത്? ഹോമോലോഗസ് ഓർഗൻസ്. അല്ലെ എന്താണ്? ഹോമോലോഗസ് ഓർഗൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതും ക്ലിയർ ആണല്ലോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് എനി 2 other scientific evidence. അല്ലെ വേറെ ഏതൊക്കെ സയന്റിഫിക് എവിഡൻസ് ആണ്, പ്രൂഫുകളാണ് ഉള്ളത്? ഒന്ന് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഫോസിൽസ് അല്ലെ മക്കളെ, ഫോസിൽസ് ഉണ്ട്. പിന്നെ ഏതാണ്? മോളിക്കുലാർ ബയോളജി. ഏതാണ്? മോളിക്കുലാർ ബയോളജി. അപ്പൊ ക്ലിയർ ആണല്ലോ. എന്താണ് ഹോമോലോഗസ് ഓർഗൻസ്? അല്ലെ എന്തുകൊണ്ടാണ് അവർ എക്സ്റ്റേണൽ അപ്പിയറൻസിൽ ഡിഫറൻസ് കാണിക്കുന്നത്? അവർക്ക് അവരുടെ ഹാബിറ്ററ്റ്സിൽ ലിവ് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻ ആണ്. പിന്നെ അതർ പ്രൂഫുകൾ എവിഡൻസ് ഏതൊക്കെയാ ചോദിച്ചാൽ ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? ഫോസിൽസ് ഉണ്ട്, മോളിക്കുലാർ ബയോളജി ഉണ്ട്, പിന്നെ ഏതാ മക്കളെ? ബയോ കെമിസ്ട്രി ആൻഡ് ഫിസിയോളജി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഒരുപാട് തവണ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ ഫ്ലോ ചാർട്ട് ആൻഡ് ഹിൻസ് റിലേറ്റഡ് ടു ദ തിയറി ഓഫ് ഇവല്യൂഷൻ ആർ ഗിവൺ ബിലോ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അല്ലെ ഓവർ പ്രൊഡക്ഷൻ എന്തിലേക്കാണ് മക്കളെ ലീഡ് ചെയ്യുന്നത്? ഹിന്റ് ഉണ്ട് അല്ലെ, അത് നോക്കിയെടുത്ത് എഴുതിയാൽ മതി. ഓവർ പ്രൊഡക്ഷൻ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ് അല്ലെ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഇനി നോക്കടാ, ആ സ്ട്രഗിൾ അല്ലെ വിത്ത് ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവരാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുന്നത്? അവര് നാച്ചുറൽ സെലക്ട് ചെയ്യില്ല. അവരെ എന്ത് ചെയ്യും മക്കളെ? നമ്മുടെ നാച്ചുറൽ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ നാച്ചുറൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? സർവൈവ് ചെയ്യും. ഇനി നോക്കണം, ഫേവറബിൾ വേരിയേഷൻസ് ഇല്ലാത്തവരാണെങ്കിലോ അവരെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയിഡ് അല്ലെ, എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തിലേക്ക് ലീഡ് ചെയ്യും? സ്ട്രഗിൾ ഫോർ ദ എക്സിസ്റ്റൻസ് അല്ലെ, സ്ട്രഗിൾ ഫോർ ദ എക്സിസ്റ്റൻസ്. അതിൽ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടാവും. ഇല്ലാത്തവരെന്താണ്? എലിമിനേറ്റ്, ഡിസ്ട്രോയ് ആവുന്നു. ദെൻ ഉള്ളവരെ നമ്മുടെ നാച്ചുറൽ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്യുന്നു. അവരെന്താണ് മക്കളെ? സർവൈവ് ചെയ്യുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. വിച്ച് തിയറി ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫ്ലോ ചാർട്ട്? ഏത് തിയറിയാണ് മക്കളെ? നാച്ചുറൽ സെലക്ഷൻ ആണ് അല്ലെ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ദെൻ സി ക്വസ്റ്റ്യൻ നോക്കണം. വാട്ട് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ദിസ് തിയറി? അല്ലെ എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻ? നമ്മുടെ ചാൾസ് ഡാർവിൻ എന്ത് മനസ്സിലാക്കി? വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ വേരിയേഷൻസിൽ എന്താ മനസ്സിലാക്കിയത്? വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ വേരിയേഷൻസ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? അടുത്ത തലമുറയിലേക്ക് എങ്ങനെ ഈ വേരിയേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. നമ്മുടെ ചാൾസ് ഡാർവിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അത് ആരാണ് മക്കളെ കണ്ടെത്തിയത്? ഹ്യൂഗോ ഡി വ്രിസ് മ്യൂട്ടേഷൻ തിയറിയാണ് പറഞ്ഞത്. അപ്പൊ വേരിയേഷൻസ് കണ്ടെത്തി, വേരിയേഷൻസ് ഒക്കർ ചെയ്യുന്നുണ്ട് മനസ്സിലാക്കി. പക്ഷെ എന്താണ് അതിന്റെ റീസൺ അല്ലെ? വേരിയേഷൻസ് കണ്ടെത്തി, പക്ഷെ എന്താണ് അതിന്റെ റീസൺ ആര് പറഞ്ഞിട്ടില്ല? നമ്മുടെ ചാൾസ് ഡാർവിൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് ആരാണ്? ഹ്യൂഗോ ഡി വ്രിസ് ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ ഏതാണ്? നാച്ചുറൽ സെലക്ഷൻ, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ഡ്രോബാക്ക് എന്താണ്? വേരിയേഷൻ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദ വേരിയേഷൻ? വേരിയേഷൻ ഉണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആർക്ക് മനസ്സിലായിട്ടില്ല? നമ്മുടെ ഡാർവിൻ ചേട്ടന് മനസ്സിലായിട്ടില്ലായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ ആൻഡ് റൈറ്റ് ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് അതർ. അല്ലെ ചിമ്പാൻസി ഉണ്ട്, ഗോറില്ല ഉണ്ട്, മങ്കി ഉണ്ട്, ഓറംഗൂട്ടാൻ ഉണ്ട് അല്ലെ. ആരാണ് മക്കളെ ഓഡ് വൺ? ഇതില് നമ്മുടെ മങ്കി ആണ്. മറ്റുള്ളവരൊക്കെ ഏതിലാണ് വരുന്നത് മക്കളെ? നമ്മുടെ ഹോമിനോയിഡിയയിൽ വരുന്നതാണ്. ഏതിലാണ്? ഹോമിനോയിഡിയയിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. The main concept of origin of life is given below. Analyze it and answer the question. Life originated in some other planets. വേറെ ഏതോ ഒരു പ്ലാനറ്റിലായിരുന്നു ആദ്യം എന്തുണ്ടായിരുന്നത്? ലൈഫ് ഉണ്ടായിരുന്നത്. അത് നേരെ എങ്ങോട്ടേക്ക് വന്നു? നമ്മുടെ എർത്തിലേക്ക് ഈ ഒരു ലൈഫ് എത്തി അല്ലെ. എർത്തിലേക്ക് എന്ത് വന്നു? ഈ ഒരു ലൈഫ് വന്നു. ആ ഒരു തിയറീനെ നമ്മൾ എന്താ പറയുന്നത്? എന്ത് തിയറിയാണ് മക്കളെ അത്? പാൻസ്പെർമിയ തിയറി അല്ലെ. ഏതാണ്? പാൻസ്പെർമിയ തിയറി ആണ്. യെസ്.
ബി വിച്ച് എവിഡൻസ് സപ്പോർട്ട് ദിസ് അല്ലെ, എന്ത് എവിഡൻസ് ആണ് അതിനുള്ളത്? എന്ത് കിട്ടിയടാ? മെറ്റിയോസ്. എന്താ മക്കളെ മെറ്റിയോസ് എന്ന് പറഞ്ഞാൽ ഉൽക്കകൾ. ഈ ഉൽക്കകളെ നമ്മൾ പരിശോധിച്ചു നോക്കിയപ്പം അതിൽ എന്തുണ്ടായിരുന്നു? ഓർഗാനിക് സബ്സ്റ്റൻസിനെ നമുക്ക് കിട്ടി. എന്തിനെ കിട്ടിയത്? ഓർഗാനിക് സബ്സ്റ്റൻസിനെ കിട്ടി. അതാണ് എന്തിനുള്ള ഒരു പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻസ്പെർമിയ തിയറി. അപ്പൊ എന്താണ് തിയറി എന്ന് മക്കൾ പഠിച്ചോ? എന്താണ് തിയറി? ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? ഏതോ അതർ പ്ലാനറ്റിലാണ്. അത് നമ്മുടെ യൂണിവേഴ്സിലെ ഏതോ പ്ലാനറ്റിൽ ഒറിജിനേറ്റ് ചെയ്തിട്ട് ആക്സിഡന്റലി എവിടേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തത്? നമ്മുടെ എർത്തിലേക്ക് വരികയാണ് ചെയ്തത്. ആ തിയറിനെ നമ്മൾ വിളിച്ചു പാൻസ്പെർമിയ തിയറി. ആൻഡ് ദെൻ അതിന്റെ എവിഡൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെറ്റിയോസിൽ നമ്മൾ എന്ത് ചെയ്തു? നോക്കിയപ്പോൾ പരിശോധിച്ചപ്പോൾ നമുക്ക് അതിൽ എന്തുണ്ടായിരുന്നു മക്കളെ? ഓർഗാനിക് സബ്സ്റ്റൻസ്. എന്താ ഉണ്ടായിരുന്നത്? ഓർഗാനിക് സബ്സ്റ്റൻസ് കിട്ടി. ക്ലിയർ ആയോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. അനലൈസ് ദ ഇല്ലുസ്ട്രേഷൻ. മക്കൾ കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ, മനസ്സിലാക്കണം. ഇതെന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. Analyze the illustration and answer the question. അല്ലെ, ഓവർ പ്രൊഡക്ഷൻ എന്തിലേക്കാണ് മക്കളെ ലീഡ് ചെയ്യുന്നത്? സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലെ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അല്ലെ, നിലനിൽപ്പിനായിട്ടുള്ള എന്ത് വരുന്നു? യുദ്ധം വരുന്നു അല്ലെ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. നെക്സ്റ്റ് നോക്ക്, അതിൽ നോ ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവർ എന്തായി പോകുന്നു? ഡിസ്ട്രോയ്. ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവർ എന്താണെന്നോ? നമ്മുടെ നാച്ചുറൽ സെലക്ട് ചെയ്യുന്നു. അവരെ എന്ത് ചെയ്യുന്നു മക്കളെ? സർവൈവ് അല്ലെ, അവര് നിലനിൽക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ നാച്ചുറൽ സെലക്ഷൻ ലീഡ് ടു ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. അപ്പൊ മക്കൾ പറയണം, നമ്മളെ നാച്ചുറൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ജനറേഷനിലേക്കും കൂടി എന്ത് ചെയ്യുന്നു? കൈമാറുന്നു അല്ലെ, ട്രാൻസ്ഫർ ടു ദ നെക്സ്റ്റ് ജനറേഷൻ. അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത തലമുറയിലേക്കും കൂടി എന്ത് ചെയ്യുന്നു? കൈമാറുന്നു. അങ്ങനെ കൈമാറി കഴിഞ്ഞാൽ ഈ ഒരു വേരിയേഷൻ എന്ത് ചെയ്യുന്നു? അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുന്നു. അവിടെ ഉണ്ടായിട്ടുള്ള വേരിയേഷൻ അവിടെ എന്ത് നടക്കുന്നു? അക്യുമുലേഷൻ അല്ലെ, കൂടി അങ്ങനെ അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ. എന്നിട്ട് അത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നടാ? ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ്. ഒരു പുതിയ സ്പീഷീസ് അവിടെ എന്തുണ്ടാവുന്നു? ഉണ്ടാവുന്നു. ഒറിജിൻ ഓഫ് ന്യൂ സ്പീഷീസ് അല്ലെ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഓവർ പ്രൊഡക്ഷൻ, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. ഫേവറബിൾ വേരിയേഷൻ ഉള്ളവരെ എന്ത് ചെയ്യുന്നു? നാച്ചുറൽ സെലക്ട് ചെയ്യുന്നു. ആ നാച്ചുറൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യുന്നു. അത് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നു. അങ്ങനെ അവിടെ അക്യുമുലേഷൻ നടക്കുന്നു. ഈ ഒരു പുതിയ ഉണ്ടായിട്ടുള്ള വേരിയേഷൻ അക്യുമുലേറ്റ് ചെയ്ത് ഒരു ന്യൂ സ്പീഷീസ് അവിടെ എന്ത് ചെയ്യുന്നു? ഫോം ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് ടു തിയറീസ് റിഗാർഡിംഗ് ദ ഒറിജിൻ ഓഫ് ലൈഫ് ഓൺ എർത്ത് ആർ ഗിവൺ. അല്ലെ, അറേഞ്ച് ദം ഇൻ ദ ഫോളോയിങ് ടേബിൾ അല്ലെ. അപ്പൊ നമുക്കറിയാം രണ്ട് തിയറീസ് നമുക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ് മക്കളെ? പാൻസ്പെർമിയ തിയറി. രണ്ടാമത്തെ തിയറി ഏതാ മക്കളെ? കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ് അല്ലെ. ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി. അപ്പൊ നമുക്ക് നോക്കിയാലോ ഏതൊക്കെയാണ് മക്കളെ പോയിന്റ്? ലൈഫ് ഹാസ് ഒറിജിനേറ്റഡ് ഇൻ സം അതർ പ്ലാനറ്റ്സ്. അത് ഏതിലാണ് വരുന്നത്? ഒന്ന് ഏതിലാണ് വരുന്നത്? പാൻസ്പെർമിയ തിയറിയിലാണ് വരുന്നത്. രണ്ട് ഏതാ മക്കളെ? ചേഞ്ചസ് ഒക്കേർഡ് ഇൻ ദ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻ വാട്ടർ അണ്ടർ സ്പെസിഫിക് കണ്ടീഷൻ ഓഫ് ദ എർത്ത് അല്ലെ. എന്ത്? നമ്മുടെ വാട്ടറിൽ എന്ത് കെമിക്കൽ സബ്സ്റ്റൻസിന് ചേഞ്ച് വന്നിട്ട് ഉണ്ടായിട്ടുള്ളത് ഏത് തിയറിയാണ്? രണ്ട് ഏതിലാണ് മക്കളെ വരുന്നത്? കെമിക്കൽ എവല്യൂഷൻ തിയറിയാണ്. മൂന്ന് നോക്കിയാലോ? മൂന്ന് ഏതാ മക്കളെ? ഓർഗാനിക് സബ്സ്റ്റൻസ് ഐഡന്റിഫൈഡ് ഇൻ മെറ്റിയോസ് സപ്പോർട്ട് ദിസ് തിയറി. ഏത് തിയറിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? മൂന്ന് ഏതിലാണ് വരുന്നത്? പാൻസ്പെർമിയ തിയറി. ഇനി നാല് ഏതാ മക്കളെ? ലൈഫ് ഒറിജിനേറ്റഡ് ഇൻ ദ ഓഷ്യൻ എന്ന് പറയുന്നത് ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി ആണ് അല്ലെ. ഏതാണ്? കെമിക്കൽ എവല്യൂഷൻ തിയറി. അപ്പൊ ഒന്നും മൂന്നും ഏതിലാണ്? പാൻസ്പെർമിയ തിയറിയിലും. രണ്ടും നാലും ഏതിലാണ് മക്കളെ? നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിയിലുമാണ് വരുന്നത്. ഓക്കെ അല്ലേ? രണ്ട് തിയറി നോക്കിയിട്ട് വരടാ പോവാൻ. Correct the mistake if any in the underlined part of the given statements അല്ലേ. അപ്പൊ നോക്കടാ, നമുക്ക് അണ്ടർലൈൻ ചെയ്ത പാർട്ടിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം തിരുത്തി എഴുതിയാൽ മതി. ആദ്യത്തെ നോക്കാം. The panspermia argues life originated in some other planets in the universe and accidentally reached the earth. ഏത് തിയറിയാണ് മക്കളെ? നമ്മുടെ പാൻസ്പെർമിയ തിയറി തന്നെയാണ്. അപ്പം ഇത് റെഡി, ശരിയാണ്. നമ്മൾ ഇനി അത് മാറ്റി എഴുതേണ്ട ആവശ്യമില്ല.
രണ്ടാമത്തെ നോക്കണം, ഹ്യൂഗോ ഡേവിസ് ഹു പുട്ട് ഫോർവേഡ് ദ സയന്റിഫിക് തിയറി ഓഫ് എവല്യൂഷൻ കോൾഡ് നാച്ചുറൽ സെലക്ഷൻ. ശരിയാണോ തെറ്റാണോ മക്കളെ? ഇത് തെറ്റാണ്. ആരാണ് കണ്ടെത്തിയത്? നമ്മുടെ ചാൾസ് ഡാർവിൻ ആണ്. ആരാണ്? ചാൾസ് ഡാർവിൻ. ക്ലിയർ ആണല്ലോ? യെസ്. മൂന്നാമത്തെ നോക്ക് മക്കളെ. 3 എന്താണ്? ഓർഗൻസ് ദാറ്റ് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ് ആർ കോൾഡ് ഹോമോലോഗസ് ഓർഗൻ. ഇതും എന്താണ്? ശരിയാണ്. അപ്പൊ നമ്മുടെ ബി ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് കറക്റ്റ് ചെയ്തേണ്ടത്. അവിടെ ഏതാണ് വരുന്നത്? ചാൾസ് ഡാർവിൻ ആണ്. യെസ് മക്കളെ, അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതുമായിട്ട് റിലേറ്റ് ചെയ്താണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മുടെ കെമിക്കൽ എവല്യൂഷൻ തിയറിയുടെ ഭാഗമാണ് അല്ലെ? യെസ്. മോണോസാക്രൈഡ് ഏതൊക്കെയായിരുന്നു നമ്മൾ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂൾസ് പഠിച്ചത് മക്കളെ? നമുക്ക് എഴുതി നോക്കാം. ഏതൊക്കെയാണ്? മോണോസാക്രൈഡ്സ് ഉണ്ട് അല്ലെ? ഏതാണ്? മോണോസാക്രൈഡ്. പിന്നെ ഏതാ മക്കളെ? നൈട്രജൻ ബേസസ് ഉണ്ട് അല്ലെ? ഏതാണ്? നൈട്രജൻ ബേസസ്. പിന്നെ ഏതായിരുന്നു? ഫാറ്റി ആസിഡ് ഉണ്ട്. ദെൻ പിന്നെ ഏതാ മക്കളെ? അമിനോ ആസിഡ്. ഇതൊക്കെയല്ലേ നമ്മുടെ എന്ത് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ട്. ഇത് എന്തായിട്ട് മാറും? കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ആയിട്ട് മാറും. മോണോസാക്രൈഡ് എന്തായിട്ട് മാറി? പോളിസാക്രൈഡ് ആയിട്ട് മാറി. നൈട്രജൻ ബേസസ് എന്തായിട്ട് മാറും മക്കളെ? ന്യൂക്ലിയോടൈഡ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ന്യൂക്ലിയോടൈഡ്. ഫാറ്റി ആസിഡ് എന്തായിട്ടാണ് മാറുന്നത്? എന്തായിട്ടാണോ? ലിപ്പിഡ്സ് ആയിട്ട് മാറും, കൊഴുപ്പായിട്ട് മാറുന്നു. അമിനോ ആസിഡ് എന്തായിട്ട് മാറും? പ്രോട്ടീൻസ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾ 2-3 തന്നെ അവിടെ എഴുതിയാൽ മതി. ഒന്ന് മാത്രമല്ലേ തന്നിട്ടുള്ളൂ, പക്ഷെ നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. യെസ്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് എന്താ മക്കളെ ഉണ്ടാവുന്നത്? എന്താണ് ഉണ്ടാവുന്നത്? നമ്മുടെ ന്യൂക്ലിക് ആസിഡും അതുപോലെ ഏതാണ്? ലിപ്പിഡ് ലെയറും. ആൻഡ് ദെൻ ദ ലാസ്റ്റ് വൺ ഏതാണ് മക്കളെ? ലാസ്റ്റിൽ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ പ്രിമിറ്റീവ് സെൽ ഉണ്ടാവുന്നു അല്ലെ? എന്താ ഉണ്ടായത്? പ്രിമിറ്റീവ് സെൽ. ക്ലിയർ ആണോ? എന്തുണ്ടായതാ? നമ്മുടെ പ്രിമിറ്റീവ് സെൽ അല്ലെ? എന്താ മക്കളെ? പ്രിമിറ്റീവ് സെൽ. അപ്പൊ സിമ്പിൾ ഓർഗാനിക് കോംപ്ലക്സ് മോളിക്യൂൾസ് ഏതൊക്കെയാണ്? കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾസ് ഏതൊക്കെയാണ്? കറക്റ്റ് ആയിട്ട് നോക്കി പോവാ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ അല്ലെ? എവിടെ കണ്ടിട്ടുള്ളത്? ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി നമ്മൾ എവിഡൻസിൽ പഠിച്ചതാണ് അല്ലെ? ഏതൊക്കെയാണ് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ഇൻ ബയോകെമിസ്ട്രി ആൻഡ് ഫിസിയോളജി? ഒന്ന് എന്താ മക്കളെ? എൻസൈം കൺട്രോൾ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ? നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? എൻസൈം ആണ്. 2 എന്താണ് മക്കളെ? 2 എന്താണോ പറയടാ? എൻസൈം ഈസ് സ്റ്റോർഡ് ഇൻ ATP മോളിക്യൂൾ അല്ലെ? എൻസൈംസ് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻ ATP മോളിക്യൂൾസിലാണ്. പിന്നെ ജീൻ ആണ് എന്ത്? ബാക്ടീരിയയിലും ഹ്യൂമൻസിലും ഒക്കെ എന്ത് തന്നെയാണ് മക്കളെ? ജീൻ തന്നെയാണ് എന്ത്? ഹെറിഡിറ്ററി ട്രൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ പിന്നെ അതേപോലെ നമ്മളിലൊക്കെ ഉള്ള ബേസിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, പിന്നെ ഏതാ മക്കളെ? ഫാറ്റ്സും ആണ്. അപ്പൊ ക്ലിയർ ആണല്ലോ? ഇങ്ങനെ തന്നാലും അത് ഫിൽ ചെയ്യാൻ വേണ്ടി മക്കൾ പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ്? എൻസൈം കൺട്രോൾ കെമിക്കൽ റിയാക്ഷൻസ് അല്ലെ? രണ്ടാമത്തെ ഏതാ മക്കളെ? നമ്മുടെ എൻസൈം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഇൻ ATP മോളിക്യൂളിലാണ്. 3 എന്താണ്? ജീൻ ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഹെറിഡിറ്ററി ട്രൈറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. 4 ഏതാ മക്കളെ? കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പിന്നെ ഏതാ? പ്രോട്ടീൻസ് ഒക്കെയാണ് എന്ത്? ബേസിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ എല്ലാവർക്കും ബൈ.